പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 19 ബുധൻ. പ്രധാന വാർത്തകൾ. സുൽത്താനേറ്റിൽ താമസ കെട്ടിടങ്ങളുടെ വാടക കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളുടെ വാടക നിരക്ക് 6.9% കുറഞ്ഞതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം കണക്കുകൾ വ്യക്തമാക്കുന്നു. വില്ലകളുടെ വാടക നിരക്ക് 2.5% ഉയരുകയും ചെയ്തു. തലസ്ഥാനത്തുൾപ്പെടെ നിരവധി ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ചെലവ് കുറഞ്ഞ ബദൽ താമസ കേന്ദ്രങ്ങളാണ് പലരും ഇഷ്ടപ്പെടുന്നത്. നിലവിലെ വാടകക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ സ്വീകരിക്കേണ്ട അവസ്ഥയിലാണ് കെട്ടിട ഉടമകൾ. കുട്ടികളുടെ സൗകര്യത്തിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള അപ്പാർട്ട്മെന്റുകളാണ് സകുടുംബം താമസിക്കുന്ന പ്രവാസികൾക്ക് താൽപര്യം. യുവ ഒമാനി കുടുംബങ്ങൾ ദൂരം പ്രശ്നമാക്കുന്നില്ലെങ്കിലും ആമിറാത്ത്, ബൗഷർ, ഖാല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതലായി തിരഞ്ഞെടുക്കുന്നത്. വാരാന്ത്യങ്ങളിൽ സ്വന്തം കുടുംബത്തിലേക്ക് എളുപ്പം പോകാനും സാധിക്കും. ഇവിടങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാണ്. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ താമസ കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. സ്വദേശികൾക്ക് ഈ വർഷം 45,000 തൊഴിലവസരങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്നതായി തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയീദ് ബിൻ അറിയിച്ചു. ഇതിൽ പരിശീലനത്തിനും യോഗ്യതയ്ക്കായി 11,000 സർക്കാർ സ്ഥാപനങ്ങളിൽ, 10,000 സ്വകാര്യ മേഖലയിൽ, 24,000 എന്നിവ ഉൾപ്പെടുന്നു. മന്ത്രാലയത്തിന്റെ വാർഷിക വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തി. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള ജോലി സംബന്ധമായ പരിശീലനത്തിനും വേതന സബ്സിഡിക്കും പിന്തുണ നൽകുന്നതിനാലാണ് മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ധോഫാർ ഗവർണറേറ്റിലെ സലാല വിലായത്തിൽ കൊലപാതക കുറ്റവുമായി ബന്ധപ്പെട്ട് പ്രവാസി അറസ്റ്റിലായി. ഏഷ്യൻ രാജ്യക്കാരനെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത്. സ്വന്തം രാജ്യക്കാരനായിരുന്നു പ്രതി കൊലപ്പെടുത്തിയിരുന്നത്. വ്യക്തിപരമായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. അറസ്റ്റിലായ പ്രവാസിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം ഒമാനിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് 31 ഒമാനി തൊഴിലാളികളെയെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സിന്റെ റിപ്പോർട്ട്. അതേസമയം തന്നെ 30 ഒമാനി തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് തടയുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചതായി ഫെഡറേഷൻ അറിയിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി ഫെബ്രുവരിയിൽ 52 നിയമസഹായങ്ങളും നൽകി. 2023 തൊഴിൽ പിരിച്ചുവിടലുകൾ സംബന്ധിച്ച് 51 സ്ഥാപനങ്ങളിൽ നിന്ന് 52 പരാതികളും ഫെഡറേഷന് ലഭിച്ചു. അന്യായമായ പിരിച്ചുവിടലുകളെ കുറിച്ചായിരുന്നു ഈ പരാതികളിൽ ഏറെയും. എന്നാൽ വൈകിയ പേയ്മെന്റുകൾ, വേതനം നിർത്തലാക്കൽ, മോശം ജോലി സാഹചര്യങ്ങൾ, സുരക്ഷാ, തൊഴിൽ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ പിരിച്ചുവിട്ടവരിൽ ഒമാനി ഇതര തൊഴിലാളികളും ഉൾപ്പെടുന്നു. മസ്കത്തിലെയും പരിസരങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള രണ്ടാം ഘട്ട അപേക്ഷാ സമയം വ്യാഴാഴ്ച ആരംഭിക്കും. www.indianschools.oman.com വെബ്സൈറ്റിൽ അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കും. അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ അതാത് സ്കൂളുകളിലെ സീറ്റ് ലഭ്യതയും അറിയാൻ സാധിക്കും. ഒന്നാം ഘട്ടത്തിൽ നറുക്കെടുപ്പിലൂടെ അവസരം ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചിരുന്നു. 6,000-ൽ പരം സീറ്റുകളിലേക്കായി 3,500-ൽ പരം അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചതെന്നാണ് വിവരം. 7 ഇന്ത്യൻ സ്കൂളുകളിലായി ഇത്തവണ 6,504 സീറ്റുകളാണ് ഉള്ളത്. KG ക്ലാസുകളിലേക്കാണ് കൂടുതൽ സീറ്റുകൾ. പുതിയ അപേക്ഷകരിൽ കൂടുതൽ ബാലവതിക മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകളിലേക്കാണ്. രണ്ടാം ഘട്ടത്തിലും ഇന്ത്യക്കാരല്ലാത്ത ഒമാൻ റെസിഡൻസി വിസയുള്ള പ്രവാസി വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സ്കൂളുകളിൽ അഡ്മിഷന് അപേക്ഷിക്കാനാകും. അപേക്ഷിക്കുന്ന സ്കൂളുകളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമാകും പ്രവേശനം. അല്ലാത്തപക്ഷം സീറ്റ് ലഭ്യമായ മറ്റു സ്കൂളുകളെ ആശ്രയിക്കാനാകും. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വലിയ തോതിൽ ഇന്ത്യൻ സ്കൂളുകളിൽ എത്തിയിരുന്നില്ല. മസ്കത്ത്, ദാർസയ്ത്ത്, വാദി കബീർ, സീബ്, കുബ്ര, മബേല, ബൗഷർ ഇന്ത്യൻ സ്കൂളുകളിലെ ബാലവതിക മുതൽ 9ാം ക്ലാസ് വരെയുള്ള പ്രവേശനത്തിനാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്.
അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ല. റെസിഡന്റ് വിസയുള്ള ഇന്ത്യക്കാരുടെ മക്കൾക്കാണ് പ്രവേശനം ലഭിക്കുക. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലഭ്യമാണ്. പ്രവേശനത്തിനായി www.cseoman.com വഴി അപേക്ഷിക്കാം. ഏപ്രിൽ ആദ്യവാരത്തോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. അതിനാൽ തന്നെ രണ്ടാം ഘട്ട നറുക്കെടുപ്പും പെട്ടെന്ന് പൂർത്തിയാക്കും. ആവശ്യമായ രേഖകളും ഫീസും അതിനു മുന്നോടിയായി നേരിട്ട് സ്കൂളിൽ എത്തിക്കുകയും അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുകയും വേണം. ഭൂരിഭാഗം അപേക്ഷകളിലും ആദ്യം ഓപ്ഷൻ ആയി തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ തന്നെ പ്രവേശനം നേടാൻ സാധിച്ചേക്കും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണയും അപേക്ഷകരുടെ എണ്ണം കുറവാണ്. കഴിഞ്ഞ വർഷവും പുതിയ അപേക്ഷകരിൽ വളരെ കുറവുണ്ടായിരുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പുതിയ അപേക്ഷകളുടെ എണ്ണം ഉയരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല. മസ്കത്ത് ഗവർണറേറ്റിലെ ആമിറാത്ത് വിലായത്തിൽ വികസന പ്രവൃത്തികൾക്കായി അൽജൂദ് റോഡ് ഭാഗികമായി അടച്ചു. അൽ ഇഹ്സാൻ റൗണ്ട് എബൌട്ട് മുതൽ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഭാഗത്തേക്കുള്ള പാതയാണ് അടച്ചിടുന്നത്. ഈ മാസം 23 ഞായറാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് നഗരസഭ അഭ്യർത്ഥിച്ചു. ോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.